JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുടെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് നിയമത്തിന് പകരമായി നിലവിൽ വന്ന നിയമമാണ്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് നിയമത്തിന് പകരമായി നിലവിൽ വന്ന നിയമമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയുത്തരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് നിയമത്തിന് പകരമായി നിലവിൽ വന്ന നിയമമാണ്? ഏതാണ് ശരിയുത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 റദ്ദാക്കുകയും അതിന് പകരമായി നിലവിൽ വരികയും ചെയ്ത പുതിയ നിയമമാണ്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എത്ര അധ്യായങ്ങളും വകുപ്പുകളുമാണ് ഉള്ളത്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എത്ര അധ്യായങ്ങളും വകുപ്പുകളുമാണ് ഉള്ളത്? പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരിയുത്തരം? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എത്ര അധ്യായങ്ങളും വകുപ്പുകളുമാണ് ഉള്ളത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം അല്ലേ, 11 അധ്യായങ്ങളും 170 വകുപ്പുകളും. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ആകെ 11 അധ്യായങ്ങളും 170 വകുപ്പുകളും അടങ്ങിയിരിക്കുന്നുണ്ട്. പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 11 അധ്യായങ്ങളും 167 വകുപ്പുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 11 അധ്യായങ്ങളും 170 വകുപ്പുകളുമാണ് ഉള്ളത്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അതുകൂടാതെ പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 11 അധ്യായങ്ങളും 167 വകുപ്പുകളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട വസ്തുതകളെ കുറിച്ച് പറയുന്ന പ്രധാന ഭാഗം ഏതാണ്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട വസ്തുതകളെ കുറിച്ച് പറയുന്ന പ്രധാന ഭാഗം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഓൾ ഓഫ് ദി എബവ്, മേൽപ്പറഞ്ഞവയെല്ലാം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? റിലവൻസി ഓഫ് ഫാക്ട്സ്, വസ്തുതകളുടെ പ്രസക്തി. 2 ഓപ്ഷൻ ബി ഓൺ പ്രൂഫ്, തെളിയിക്കുന്നതിനെ കുറിച്ച്. പ്രൊഡക്ഷൻ ആൻഡ് ഇഫക്റ്റ് ഓഫ് എവിഡൻസ്, തെളിവുകളുടെ ഹാജരാക്കലും ഫലവും. ഇവയെല്ലാം മേൽപ്പറഞ്ഞ എല്ലാം ശരിയാണല്ലേ. അപ്പോൾ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട വസ്തുതകളെക്കുറിച്ചും അവ എങ്ങനെ തെളിയിക്കണം എന്നതിനെക്കുറിച്ചും തെളിവുകളുടെ ഹാജരാക്കലും അതിൻ്റെ ഫലവും സംബന്ധിച്ചുള്ള വിശദമായ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് വകുപ്പുകളാണ് റിലവന്റ് ഫാക്ട്സ്, പ്രസക്തമായ വസ്തുതകൾ നിർവചിക്കുന്നത്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് വകുപ്പാണ് റിലവന്റ് ഫാക്ട്സ് നിർവചിക്കുന്നത്, അതായത് പ്രസക്തമായ വസ്തുതകൾ നിർവചിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. 4 വകുപ്പുകളാണ്. അതിൽ ഏത് വകുപ്പാണ് ശരിയുത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വകുപ്പ് 5. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 വകുപ്പ് 5 അനുസരിച്ച് ഏതൊരു കേസിൽ ഉന്നയിക്കപ്പെടുന്ന വസ്തുതകളും പ്രസക്തമായ വസ്തുതകളും മാത്രമേ തെളിയിക്കാൻ പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് വകുപ്പാണ് റസ് ഗെസ്റ്റേ ഒരേ ഇടപാടിൽ ഉൾപ്പെടുന്ന വസ്തുതകൾ എന്ന തത്വം പ്രതിപാദിക്കുന്നത്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് വകുപ്പാണ് റസ് ഗെസ്റ്റേ ഒരേ ഇടപാടിൽ ഉൾപ്പെടുന്ന വസ്തുതകൾ എന്ന തത്വം പ്രതിപാദിക്കുന്നത്? 4 വകുപ്പുകൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിനകത്ത് ഏതാണ് ശരിയുത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, വകുപ്പ് 6. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 വകുപ്പ് 6 റസ് ഗെസ്റ്റേ എന്ന തത്വം അനുസരിച്ച് ഒരു വസ്തുതയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അത് സംഭവിച്ച സമയത്തോ സ്ഥലത്തോ അല്ലെങ്കിൽ അടുത്തുള്ള സമയത്തോ സ്ഥലത്തോ നടന്നതാണെങ്കിൽ അത് പ്രസക്തമായ വസ്തുതയായി
കണക്കാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് ഒരാളുടെ മുൻകാല സ്വഭാവം ഒരു സിവിൽ കേസിൽ പ്രസക്തമാകുന്നത് എപ്പോഴാണ്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് ഒരാളുടെ മുൻകാല സ്വഭാവം ഒരു സിവിൽ കേസിൽ പ്രസക്തമാകുന്നത് എപ്പോഴാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സ്വഭാവം തന്നെ ഒരു വസ്തുതയിൽ ഉൾപ്പെടുമ്പോൾ മാത്രം. സ്വഭാവം തന്നെ ഒരു വസ്തുതയിൽ ഉൾപ്പെടുമ്പോൾ മാത്രം. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് ഒരു സിവിൽ കേസിൽ ഒരാളുടെ മുൻകാല സ്വഭാവം സാധാരണയായി പ്രസക്തമല്ല. എന്നാൽ സ്വഭാവം തന്നെ ഒരു വസ്തുതയിൽ ഉൾപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് അപകീർത്തി കേസിൽ പ്രതിയുടെ സ്വഭാവം, അത് പ്രസക്തമാകും. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് വകുപ്പാണ് കുറ്റകൃത്യങ്ങളിൽ മുൻകാല സ്വഭാവം പ്രസക്തമാവുന്നതിനെ കുറിച്ച് പറയുന്നത്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് വകുപ്പാണ് കുറ്റകൃത്യങ്ങളിൽ മുൻകാല സ്വഭാവം പ്രസക്തമാവുന്നതിനെ കുറിച്ച് പറയുന്നത്? 4 വകുപ്പുകൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വകുപ്പ് 54. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 വകുപ്പ് 54 അനുസരിച്ച് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയുടെ നല്ല സ്വഭാവം പ്രസക്തമാണ്. എന്നാൽ പ്രതിയുടെ മോശം സ്വഭാവം സാധാരണയായിട്ട് പ്രസക്തമല്ല. എന്നാൽ പ്രതി കുറ്റക്കാരനാണെന്നതിന് തെളിവുണ്ടെങ്കിൽ അയാളുടെ മുൻകാല കുറ്റകൃത്യങ്ങൾ ശിക്ഷ നിർണയിക്കുന്നതിൽ പ്രസക്തമാകും. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് ഹിയർസേ എവിഡൻസ്, കേട്ടുകേൾവി സാക്ഷ്യത്തിന് സാധാരണയായി എന്തു വിലയാണ് കൽപ്പിക്കുന്നത്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് ഹിയർസേ എവിഡൻസ്, അതായത് കേട്ടുകേൾവി സാക്ഷ്യം, അതിന് സാധാരണയായി എന്തു വിലയാണ് കൽപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. തെളിവായി സ്വീകരിക്കാൻ പാടില്ല. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് ഹിയർസേ എവിഡൻസ്, അതായത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് കേട്ട വിവരം കോടതിയിൽ സാക്ഷിയായി നൽകുന്നത് സാധാരണയായി തെളിവായി സ്വീകരിക്കാൻ പാടില്ല. ഇതിന് ചില അപവാദങ്ങളുണ്ട്. ഉദാഹരണത്തിന് മരണമൊഴി. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് അധ്യായത്തിലാണ് ഓറൽ എവിഡൻസിനെ കുറിച്ച് വാമൊഴി സാക്ഷ്യം പറയുന്നത്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് അധ്യായത്തിലാണ് ഓറൽ എവിഡൻസിനെ കുറിച്ച്, അതായത് വാമൊഴി സാക്ഷ്യം പറയുന്നത്? 4 ഓപ്ഷൻസിൽ 4 അധ്യായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. അധ്യായം 7. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അധ്യായം 7 ഓറൽ എവിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും നേരിട്ടുള്ളതായിരിക്കണം എന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് അധ്യായത്തിലാണ് ഡോക്യുമെന്ററി എവിഡൻസിനെ കുറിച്ച്, അതായത് രേഖാമൂലമുള്ള സാക്ഷ്യം പറയുന്നത്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഏത് അധ്യായത്തിലാണ് ഡോക്യുമെന്ററി എവിഡൻസിനെ കുറിച്ച് പറയുന്നത്? 4 അധ്യായം, അതായത് 4 ഓപ്ഷൻസിൽ 4 അധ്യായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? കണ്ടുപിടിച്ചോ. ഏതാണ്? അധ്യായം 8 ആണല്ലേ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അധ്യായം 8 അനുസരിച്ച് ഡോക്യുമെന്ററി എവിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രാഥമിക തെളിവ്, അതായത് പ്രൈമറി എവിഡൻസ്, ദ്വിതീയ തെളിവ്, സെക്കൻഡറി എവിഡൻസ് എന്നിവയെക്കുറിച്ചും ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ് കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? കണ്ടുപിടിച്ചോ. ഏതാണ്? അറിയാവോ? എല്ലാവർക്കും അറിയാവുന്ന അല്ലേ. കേരള പോലീസ് ആക്ട് 2011 ഒക്ടോബർ 15 2011 നിലവിൽ വന്നത്. അപ്പോൾ കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2011 ആണ്. മാസം ഒക്ടോബർ 15 അല്ലേ. അപ്പോൾ ഒക്ടോബർ 15 2011 നിലവിൽ വന്നത് കേരള പോലീസ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള പോലീസ് ആക്ട് 2011 പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കേരള പോലീസ് ആക്ട് 2011 പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ
സി ആണല്ലേ. കേരളത്തിലെ പോലീസ് സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ജനങ്ങളോടുള്ള അവരുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കുകയും ചെയ്യുക. ഈ നിയമം പോലീസ് സേനയുടെ ഘടന, അധികാരം, കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ നിർവചിക്കുകയും പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ ജനസൗഹാർദ്ദപരവും കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ കേരള പോലീസ് ആക്ട് 2011 പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഏതാണ്? കേരള പോലീസ് സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ജനങ്ങളോട് അവരുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കുകയും ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള പോലീസ് ആക്ട് 2011 ഏത് അധ്യായത്തിലാണ് പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്? കേരള പോലീസ് ആക്ട് 2011 ഏത് അധ്യായത്തിലാണ് പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, അധ്യായം 3. കേരള പോലീസ് ആക്ട് 2011 അധ്യായം 3 ചാപ്റ്റർ 3 പോലീസിന്റെ വിവിധ കർത്തവ്യങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.